ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് കോഴക്കേസിൽ കോൺഗ്രസ് നേതാക്കൾക്ക് കുരുക്കുമുറുകുന്നു. കെ.സി. വേണുഗോപാലിനെതിരെയും കൊടിക്കുന്നിൽ സുരേഷിനെതിരെയും ഡൽഹി പോലീസ് കേസെടുത്തു. സീറ്റ് വാഗ്ദാനം ചെയ്ത് 7 കോടി രൂപ തട്ടിയെന്ന് ചൂണ്ടിക്കാട്ടി ഹരിയാന മഹിളാ കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറി സുചിത്രാ ദേവിയുടെ ഭർത്താവ് നൽകിയ പരാതിയിലാണ് നടപടി. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തിയ വഴിവിട്ട നീക്കങ്ങൾക്ക് തിരിച്ചടി ലഭിക്കുകയാണ്. സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ കോൺഗ്രസ് മുതിർന്ന നേതാക്കളായ കെ.സി. വേണുഗോപാലിനും കൊടിക്കുന്നിൽ സുരേഷിനും കുരുക്ക് മുറുകുന്നു. ഹരിയാനയിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് 7 കോടി രൂപ തട്ടിയെടുത്തെന്ന പരാതിയിലാണ് നടപടി. ഹരിയാന മുൻ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സുചിത്രാ ദേവിയുടെ ഭർത്താവ് നൽകിയ പരാതിയിലാണ് ഹരിയാന പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഗൗരവ് കുമാറിന്റെ ഭാര്യ സുശീല ദേവിയെ ബവാൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്ന ായാണ് കെ.സി. വേണുഗോപാലിനും കൊടിക്കുന്നിൽ സുരേഷിനും 7 കോടി രൂപ ആവശ്യപ്പെട്ടതെന്നാണ് ആരോപണം. ഇവർ ഗൗരവ് കുമാറുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളുടെ തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതോടെ പണം തിരികെ ആവശ്യപ്പെട്ടുവെങ്കിലും നൽകിയില്ലെന്നും പരാതിയിൽ പറയുന്നു. കൊടിക്കുന്നിൽ സുരേഷ് എം.പി 15 ലക്ഷം രൂപ തിരികെ നൽകിയെന്നുമാണ് ഗൗരവ് കുമാർ പറയുന്നത്. കെ.സി. വേണുഗോപാൽ 75 ലക്ഷം രൂപയും കെ.സി. വേണുഗോപാലിന്റെ PA അനസ് അലി 10 ലക്ഷം രൂപയും നൽകാനുണ്ടെന്നും ഗൗരവ് കുമാർ പരാതിയിൽ പറയുന്നുണ്ട്. സ്വന്തം അക്കൗണ്ടിലേക്കും മകൻ PA എന്നിവരുടെ അക്കൗണ്ടുകളിലേക്കുമായാണ് കൊടിക്കുന്നിൽ പണം വാങ്ങിയത്. പ്രിയങ്ക ഗാന്ധിയുടെ PA വഴിയും 10ാം നമ്പർ ജൻപഥിലെ ഓഫീസിലും വസതിയിലുമായി വൻതുക കൈമാറിയതായും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. അതേസമയം കോഴ വിവാദത്തിൽ പ്രതികരിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല. കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ള വിമർശനവും ശക്തമാവുകയാണ്. ജനം, ഡൽഹി.